പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാവാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? എന്നാ നേരിട്ട് കണ്ടിട്ടുള്ളവരോട് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് രണ്ട് പേരുണ്ട്. യൂട്യൂബിലൂടെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്നെ വിളിച്ചപ്പോ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞു, എടാ നിന്നെ അവർക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചേക്കണം, അറിയാൻ പാടില്ലെങ്കിൽ വിളിക്കാൻ വേണ്ടി സാധ്യതയില്ല. പിന്നെ എൻ്റെ ഒരു സ്ലാങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. ഇതാണ് എൻ്റെ സ്ലാങ്. ഞാൻ പറവൂർക്കാരനാണ്, ഗോതിരത്താണ് ടിപ്പിക്കലി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കടപ്പുറത്തിൻ്റെ ഒരു സ്ലാങ് കിട്ടിയത്. ആ ഒരു സ്ലാങ്ങിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ധ്യാനം കേട്ടിട്ട് നന്നാവുമെന്ന് എനിക്ക് തോന്നണില്ല. നന്നാവുകയും ചെയ്യും നിങ്ങളോട് ഇരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ധ്യാനം കൂടിയിട്ടുള്ളതല്ലേ നേരത്തെ. അപ്പോൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമല്ല ധ്യാനം. പിന്നെ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, ഞാൻ ധ്യാനിപ്പിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ചും കൂടി നന്നാവാനുണ്ട്. അപ്പം ഞാൻ നന്നാവുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് നന്നാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിക്കോളൂ, അതുള്ളൂ നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ തീർച്ചയായും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളിരിക്കുന്നത്. അതാണ് ഒരു പ്ലസ് പോയിന്റ്. പുറത്തു നിൽക്കുന്നതിനേക്കാളും ഒരുപാട് അനുഗ്രഹം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിന് ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇത്രയുള്ളവരെ പാപികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം. സന്തോഷമായി. കാരണം എന്താണ്? ആ മനുഷ്യൻ അതിൽ തൂങ്ങി മരിക്കാനുള്ള കാരണം എന്താണ്? നീതിമാന്മാരെ വിളിക്കാനാണോ വന്നേക്കണം? അല്ല, പിന്നെ പാപി വിളിക്കാൻ. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ, അതായത് പാപത്തിന്റെ ഗ്രേഡ് അറിയാമോ? ഏറ്റവും വലിയ പാപിക്കാണ് ആൾക്കാരുടെ അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യം. അത് അച്ഛനാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഗ്രേഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പള്ളിക്ക് പുറത്തേക്കുന്നവർക്ക് പാപമൊന്നുമില്ല. കാരണം അവരങ്ങനെ ചിന്തിക്കേണ്ട. കാരണം ഞാൻ പാപിയല്ല, പിന്നെ എന്തിനാ ഞാൻ കയറണം? കാരണം പാപി എന്ന് പറയുന്നത്, പാപം ചെയ്യുന്നവനെ കർത്താവ് പാപി എന്ന് വിളിക്കില്ല. കർത്താവ് പാപി എന്ന് വിളിക്കണ ഒരു പാപിയുണ്ട്, അത് വേറെയാണ്. അവൻ പാപം ചെയ്ത് കഴിയുമ്പോൾ അവനൊരു സങ്കടം ഉണ്ടാവും, ഒരു വേദന ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അവനാണ് കർത്താവിന്റെ മുമ്പിൽ പാപി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എണ്ണം പറഞ്ഞ പാപികളായി മാറാനായിട്ടുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പറയും. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനൊരു ധ്യാനപ്രസംഗകനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഞാനൊരു പുരോഹിതനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനൊരു പുരോഹിതനായതുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കാൻ ഭാഗ്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ അൾത്താരയെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അൾത്താരയെ പ്രണയിച്ച് അൾത്താരയിൽ അലിഞ്ഞില്ലാണ്ടാവണം എന്നൊരാഗ്രഹമാണ് ഉള്ളിൽ ഉള്ളത്. കാരണം അതാണ് ഒരു പുരോഹിതന്റെ ധർമ്മവും ദൗത്യം. അതുകൊണ്ട് ആ പൗരോഹിത്യത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ പുരോഹിതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നാണ്. പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കാത്തവർക്ക് വ്യക്തിപരമായ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കില്ലെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവന്റെ പ്രാർത്ഥന തമ്പുരാൻ എടുക്കാട്ടാണെന്ന് മാറ്റി വെക്കും. എന്റെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്. 5 ലക്ഷത്തോളം പുരോഹിതര് ഈ ലോകത്തുണ്ട്. അവരെയൊക്കെ ആരെങ്കിലുമൊക്കെ ഡിപ്പോസിറ്റഡ് ആയിട്ട് വാങ്ങിച്ചിടണമെന്നാണ് പറയുന്നത്. അങ്ങനെ പൗരോഹിത്യത്തിന്റെ പ്രാർത്ഥനയിൽ പങ്കുപറ്റി ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ടുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണമെന്നാണ്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതമുള്ളൂ. പ്രത്യേകിച്ച് വർഗീസച്ചനൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് വർഗീസച്ചൻ്റെ ഓരോ കാര്യങ്ങളും അച്ഛൻ നമ്മളോട് കാണിക്കുന്ന ഇടപെടലും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു വൈദികനെ നിങ്ങളുടെ ആത്മീയ ഗുരുവായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ വർഷം പരമാവധി ഇവിടെ നിൽക്കുന്ന വൈദികരിൽ നിന്ന്
പരമാവധി അവരെ ചൂഷണം ചെയ്യണം. ആത്മീയ ചൂഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വർഷം ഈ കത്തൂച്ചിൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഫ്രാൻസിസ്കൻ ഇയറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരിശുദ്ധ പിതാവ്. അതുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വെറുതെ ആ വിളിമ്പിലൊന്ന് സ്പർശിച്ചു. 3 കെട്ടോടുകൂടെ ഇങ്ങനെ കിടക്കുന്ന അവരുടെ കുപ്പായമുണ്ട്. ആ 3 കെട്ടെന്ന് പറഞ്ഞത് അത് 3 വ്രതങ്ങളാണ്. ആ വ്രതത്തിന്റെ ഉള്ളിൽ അവർ തമ്പുരാനോട് ചേർന്ന് ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു രസമാണെന്നാണ് പറയുന്നത്. ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ ആത്മീയ ചൈതന്യത്തിന്റെ കീഴെ നിൽക്കാനായിട്ട് ലഭിച്ചതൊരു ഭാഗ്യമായിട്ട് കരുതണം. അത് ചൂഷണം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ചൂഷണം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രാൻസിസ് അസീസിയും ഈശോയും തമ്മിൽ അഗാധമായൊരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഈ ചിത്രം കാണുമ്പോൾ എനിക്ക് അതായിട്ടാണ് തോന്നുന്നത്. ഈ സൈഡില് ഫ്രാൻസിസ് അസീസി ഉണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫ്രാൻസിസ് അസീസി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന്റെ പിന്നിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു റെവലേഷൻ എന്നാണ് ഫ്രാൻസിസ് അസീസിക്ക്. ഫ്രാൻസിസ് അസീസിക്ക് എന്തുണ്ടായിരുന്നു? 5 മുറിവുകൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് അസീസി അച്ഛനായിരുന്നില്ല. അച്ഛനാകാൻ പറഞ്ഞപ്പോ അവനെന്താ പറഞ്ഞേ? എനിക്കതിനുള്ള യോഗ്യതയില്ല. ആ സമയത്താണ് ഞാനിവിടെ അച്ഛനായിട്ട് നിൽക്കുന്നത്. അതായത് ഫ്രാൻസിസ് അസീസിക്ക് അച്ഛനാകാൻ യോഗ്യതയില്ല. പക്ഷെ ഞാനിവിടെ അച്ഛനായിട്ട് നിൽക്കുമ്പോൾ ഫ്രാൻസിസ് അസീസിനെ പരമാവധി ഞാൻ നോക്കാറില്ല. കാരണം എന്താണ്? അവൻ ആദ്യം പറയുന്നത് എന്താണ്? എടാ നിനക്ക് എന്ത് യോഗ്യതയാണോ? അതെ, ഫ്രാൻസിസ് അസീസിയുടെ മുമ്പിൽ പലപ്പോഴും ഞാൻ നിൽക്കാറില്ല. ആ ഫ്രാൻസിസ് അസീസിയെ ഞാൻ അങ്ങനെ ദൂരം മാറ്റി നിർത്തുകയാണ്. കാരണം അവനെ നോക്കാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പൊ പിന്നെ അവന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവും. ഈ ഫ്രാൻസിസ് അസീസി ജീവിതത്തിൽ 5 തിരിമുറിവുകൾ വന്നതിന് ശേഷം അവന് പ്രിയമുള്ളവരെ തിരിമുറിവുകൾ ഇഷ്ടമാണോ? നമുക്ക് നമ്മള് കേൾക്കുമ്പോൾ വിചാരിക്കാം നല്ല രസമായിരിക്കില്ല അല്ലെ? ആളുകൾ നമ്മളെ കാണാൻ വരുന്നു, ഒരു ഗ്ലോറിഫിക്കേഷന്റെ ഭാഗമാണ്. അതായത് ആളുകൾ കാണാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒരു മുറിവ് ശരീരത്തിൽ ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആ മരുന്ന് മേടിച്ച് അത് ബെറ്റാഡിനും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഉണക്കാൻ ശ്രമിക്കും. ഉണങ്ങാത്ത ഒരു മുറിവ് ശരീരത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അതിനേക്കാൾ വേദന വേറെ ഒന്നുമില്ല. നമുക്ക് കുറച്ചുകൂടെ അനുഭവം പതിരപ്പിയോയാണ്. പതിരപ്പിയോയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിന്റെ ബുദ്ധിമുട്ട് കാരണം അവൻ ദിവസത്തിൽ 3-4 ഗ്ലൗസ് ഒക്കെ മാറ്റിയിടോർന്നാ പറയുന്നത്. കാരണം അത്രയും ചോരയും ചലവും ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വീഴ, ദുർഗന്ധം വമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ശരീരത്തില് വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് അസീസിക്ക് ഒരു ദിവസം പ്രാണവേദന സഹിക്കാൻ പറ്റാതെ ഫ്രാൻസിസ് അസീസി കുരിശിന്റെ മുമ്പിൽ പോയി കുരിശിനെ ദേഷ്യത്തോടെ സംസാരിക്കുക. എന്റെ പൊന്നു കർത്താവേ, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഫ്രാൻസിസ് അസീസി ഈശോയോട് പരാതി പറഞ്ഞ് അവസാനം പോയി കിടന്നുറങ്ങുമ്പോ അന്ന് രാത്രി വിശുദ്ധ ഫ്രാൻസിസിന്റെ അടുക്കൽ ഒരു വെളിപാടെന്ന പോലെ ഈശോ പ്രത്യക്ഷപ്പെടുക. ഈശോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വെറുതെ അല്ല, മറിച്ച് കുരിശിൽ ഇങ്ങനെ കിടക്കാം. കുരിശിൽ കിടന്നിട്ട് കുരിശിൽ കിടക്കുന്ന ഈശോ ഈ ഫ്രാൻസിസ് അസീസിയെ നോക്കി പറയുന്നുണ്ട്, എടാ അസീസി, നീ വിചാരിക്കണ്ട ഈ വേദന നിന്റെയാണ്. ഇത് നിന്റെ അല്ല, ഇതെന്റെയാ. ഇത് നിന്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് നീ സഹിക്കുമ്പോഴാണ് നിനക്ക് ബുദ്ധിമുട്ട്. പക്ഷെ നീ ഇത് എനിക്കിതാ. ശരിക്കും പറഞ്ഞ നിന്നേക്കാളും കൂടുതൽ വേദന എനിക്കാണെന്ന്. എന്നിട്ട് വലത് കൈ മരക്കുരിശിൽ നിന്നിങ്ങനെ പറിച്ചെടുത്തപ്പോ ഈ ആണി ഇങ്ങനെ തെറിച്ചു പോയി, ഒപ്പം അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ രക്തം തെറിച്ചു എന്നാ പറയുന്നത്. എന്നിട്ട് അവനിങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ വേദനയല്ല, മറിച്ച് ഇതെന്റെ വേദനയാണ്. നീ പറയണം ഇത് നമ്മുടെ വേദനയാണ്. അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇതിലും വലിയ അത്ഭുതം വേറെ ഇല്ലെന്നാണ്. നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ വന്നൊന്ന് പ്രാർത്ഥിക്കും, ഈശോയെ എന്റെ കാലുവേദന. ഈശോ മൈൻഡ് ചെയ്യില്ല. നിന്റെ കാലുവേദനക്ക് ഞാനെന്ത് വേണം? പ്രിയമുള്ളവരൊന്ന് മാറ്റിപ്പിടിക്കും. ഈശോയെ നമ്മുടെ കാലുവേദന ഉണ്ടോ? അപ്പൊ അവനും കൂടി ആയി ഉത്തരവാദിത്തം. ഈശോയെ നമ്മുടെ വീട് ജപ്തിയാണ്ടാ. ഈശോയെ എന്റെ വീട് ജപ്തിയാണ്, എനിക്ക് ഞാനെന്താ, നീ എന്തെങ്കിലും കാണിക്കും. അവനെ പെടുത്തണോന്നേ. ആരാ? ഈശോയെ പെടുത്തണം. ഈശോ പെടാൻ തയ്യാറാണ്. ഇതിനേക്കാൾ കൂടുതൽ പെടാനില്ലല്ലോ അവൻ. അതുകൊണ്ട് അവൻ പെടാൻ തയ്യാറാണ്. അവന്റെ മുമ്പില് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഈശോയ്ക്ക് കൊടുക്കാനുള്ള ഒരു വളർച്ച, ആത്മീയ വളർച്ച വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പറയാം.
അതുകൊണ്ട് ഈ ഫ്രാൻസിസ് അസീസിയുടെ കുരിശിന് കീഴ്, അല്ലെങ്കിൽ ഈശോയുടെ കുരിശിന് കീഴെ നിൽക്കുന്ന ഫ്രാൻസിസ് അസീസി ഈ ഫ്രാൻസിസ്കൻ ഇയറിലൂടെ കടന്നു പോകുമ്പോ ആ ചിത്രത്തെ ഒന്ന് മാറ്റിപ്പതിക്കാനായിട്ട് നമുക്ക് തയ്യാറാവണം. ഈശോ ഇപ്പോഴും വലതുകരം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ പുണ്യാളോട് പറയാം, പുണ്യാളെ ഈ വർഷം നിന്റെ വർഷമായിട്ട് ആഘോഷിക്കണല്ലേ, കുറെ നാളായില്ലേ അവിടെ ഇങ്ങനെ നിൽക്കണം, കുറച്ചാൾ മാറിയിരിക്കും, ഞാൻ നിൽക്കട്ടെ. അസീസി വളരെ സന്തോഷത്തോടെ മാറി നിൽക്കും. ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോ ഈ ഒരു ചിന്ത, ഈശോ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേക്കാം, എന്നിട്ട് പറയുന്നത്, എടാ നിന്റെ വേദനയല്ല, എടി ഇത് നിന്റെ വേദനയല്ല, ഇത് എന്റെയാ, ഇത് നമ്മുടെ വേദനയാ, നമുക്കൊന്ന് ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ ഒരു പരിശ്രമത്തിൽ വിജയിക്കാൻ പറ്റിയ ഈ വർഷം കഴിയുമ്പോ നമ്മൾ വിശുദ്ധരാകുന്ന പറയുന്നത്. വിശുദ്ധരാകാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണെന്നറിയാമോ? വിശുദ്ധയാകാനുള്ള അടിസ്ഥാന യോഗ്യത എന്നെ പഠിപ്പിച്ച എന്റെ പ്രൊഫസർ ഞങ്ങളോട് ചോദിച്ചാണ്. ഞങ്ങൾ പല ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിലും പല ഉത്തരം ഉണ്ടാവും. കത്തോലിക്ക സഭയില് വിശുദ്ധനാവണമെങ്കിൽ ആദ്യം പോയി കിട്ടണം, മരിക്കണം. എന്നാലാ കത്തോലിക്ക സഭയിൽ വിശുദ്ധനാവും. മരിക്കണമെന്ന് പറഞ്ഞാല് ഈ ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി മോചിപ്പിച്ച് തമ്പുരാൻ സ്വർഗത്തോട് ചേർത്ത് വയ്ക്കും. അവിടെയാണ് വിശുദ്ധിയുടെ ജീവിതം ആസ്വദിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ഈശോയെ എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ലതാണ്. ദോഷമായിട്ടൊന്നും അവൻ നമ്മോട് ചെയ്യുന്നമേ. ചിലപ്പോ അവൻ നമ്മെ അടിക്കും, പക്ഷെ അത് നേരെ നടക്കാൻ വേണ്ടിയിട്ടാണ്. കൊച്ചു തെരേസ്യ പുണ്യവതി തൻ്റെ ജീവിതത്തെ ഉപമിച്ചത് കളിപ്പന്തിനോട്. ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താണ് ഞാൻ. ആ പന്ത് ചിലപ്പോൾ ആ ഉണ്ണീശോ നിലത്തിടും, ചെളിയിലെറിയും, മതിലിൽ വലിച്ചെറിയും, മഴയത്തിടും, മഞ്ഞത്തിടും. പക്ഷേ കുട്ടികൾ പന്ത് കളിക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. ആ പന്ത് ഒരു ദിവസം അവരിൽ നിന്ന് നഷ്ടമായാൽ അവർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ആ പന്തിനോട് കാണിക്കുന്നതൊക്കെ ആ കുഞ്ഞിന്റെ സ്നേഹപ്രകടനം. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്ത. അവൻ ചിലപ്പോ അത് വലിച്ചെറിയും, ചിലപ്പോ അത് വെയിലത്തും മഴയത്തും ഒക്കെ കൊണ്ടുപോയിടും. പക്ഷേ അവന് ആ പന്ത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ പിന്നെ അവന്റെ ചങ്ക് ഒരുപാട് വേദനിക്കും. ഞാനാകുന്ന കളിപ്പന്ത് എൻ്റെ ഉണ്ണീശോയുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കും. എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ, വാക്കുകൾ, ചില പെരുമാറ്റങ്ങൾ ഈശോയിൽ നിന്ന് അകന്നു മാറാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ചങ്കിനെ ഒരുപാട് വേദനിപ്പിക്കും. ദോഷമായിട്ടൊന്നും എൻ്റെ ഈശോ എന്നോട് ചെയ്യത്തില്ല. അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന തിരിച്ചറിവ് ഈശോയെ എന്നിലേക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. എന്റെ പാപം ചെയ്യില്ല, എന്നെ അടിച്ചാലും അവനെ സ്നേഹിക്കുന്നു.